ഇതിപ്പോൾ നമ്മൾ ഷിൻചാൻ കുറച്ച് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒരു സർപ്രൈസ് ട്രിപ്പും കാലൊക്കെ പോകാൻ പോവാണ്. ഷിൻചാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല നമ്മൾ ട്രിപ്പും കാലൊക്കെ പോകും. നമ്മൾ കൊമ്പം ബസ്സും കാലൊക്കെ വിളിച്ച് ആൾറെഡി രാവിലെ തന്നെ വീട്ടിലിട്ടിട്ടുണ്ട്. അപ്പം ഇതുവരെ ആരും പോവാത്തൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ കൊണ്ടുവന്നത്. നിങ്ങൾ പേടിക്കുന്നു വേണ്ട. ആ ഒരു സ്ഥലം നിങ്ങൾ പോലും കണ്ട് കാണത്തില്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അവിടെ എത്രയും നല്ല ടാസ്ക്കാണ്. നമുക്ക് ഹെലികോപ്റ്ററിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ബസ്സിൽ എല്ലാവരും പിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഹെലികോപ്റ്ററും കാലൊക്കെ എടുത്ത് നമ്മൾ അവിടെ പോകുന്നതായിരിക്കും. അവിടെ പോയിട്ട് നമ്മളൊരു ചെറിയ പരിപാടിയും കാലൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു കൊമ്പം ബസ്സും കാലൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത വരട്ട ഏത് ബസ് വിളിക്കണം എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ ഇപ്പം വിളിച്ചപ്പോൾ കിട്ടിയത് കൊമ്പം ബസ്സാണ്. അപ്പോൾ എന്തായാലും അടുത്തോട്ട് നമുക്ക് വേറെ ഏതെങ്കിലും ജസ്റ്റ് നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം മച്ചാമാരെ. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പോയി നോക്കട്ടെ. നമ്മൾ ഷിൻചാനാണെങ്കിൽ രാവിലെ മുതലേ ഇവിടെ നിന്ന് കാണാനില്ല. അവന് എവിടെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അവനൊന്ന് തപ്പി പിടിച്ചിട്ട് അവൻ്റെ അടുത്ത് കാര്യം പറയാം. അവൻ ഇനി വരുമോ എന്തോ, ഇനി അവൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. അവൻ എന്നും പറയാറുണ്ട് ട്രിപ്പിന് കൊണ്ടുപോകണം. പക്ഷേ ഈ ഒരു സ്ഥലം അവൻ എന്തായാലും അറിയുമ്പോൾ എട്ടാതിരിക്കത്തില്ല. അണ്ണാ എന്താണ് ട്രിപ്പിന്റെ കാര്യമൊക്കെ പറയുന്നത്? എന്നോട് കൊണ്ടുപോകാൻ പറ്റുവാണ് ട്രിപ്പിൽ? ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രിപ്പും കാലം അത്യാവശ്യം റിസ്ക് പിടിച്ചൊരു സ്ഥലത്തോട്ടാണ്. അതായത് ഒരു മരുഭൂമിന് നടുക്കൊരു കിടിലം പോലത്തെ ഒരു സ്പോട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ എത്താൻ തന്നെ നല്ല ടാസ്ക്കാണ്. നമ്മളെ മിലിറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടി നമുക്ക് അവിടെ എത്താൻ തന്നെ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാൻ പ്ലാൻ ഉണ്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാം. ഒരുപാട് ഫ്രണ്ട്സിനെ വിളിക്കാൻ അറിയില്ല. മാക്സ് ഒരു 4 ഫ്രണ്ട്സിനെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് കൊമ്പം ബസ്സും കാലൊക്കെ ഞാൻ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ബസ്സിൽ കയറി നിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ട്രിപ്പും കാലൊക്കെ പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. നീ റെഡി അല്ലടാ ഷിൻചാനെ? അണ്ണാ എന്നാൽ നമുക്ക് മോട്ടു പത്തുലൂനെ അതുപോലെ തന്നെ പിഞ്ചാനെയും വിളിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ ഉള്ളൂ ഇപ്പം നമ്മൾ സിറ്റിയിൽ അവൈലബിൾ ആയിട്ടുള്ള. ബാക്കി എല്ലാവരും കുറച്ച് ബിസിയാണെന്നാണ് ഞാൻ കേട്ടത്. ഞാനെന്തായാലും അവരുടെ നിന്ന് പറഞ്ഞേക്കാം. എന്തായാലും അണ്ണൻ ബസ്സിലല്ലേ വന്നത്, അതുകൊണ്ട് നമുക്ക് എന്തായാലും ബസ്സിൽ പോയിട്ട് അവരെയൊക്കെ പിക്ക് ചെയ്യാൻ പോകുന്ന വഴിക്ക് പിന്നെ അണ്ണാ റിസ്ക് ആണെങ്കിൽ നമുക്ക് പോകണം. നമുക്ക് മൗണ്ട് ജില്ലയുടെ ടോപ്പിലോട്ടെല്ലാം പോയി വന്നാൽ പോയി. കഴിഞ്ഞ വട്ടം നിന്നെ പിഞ്ചാനോടെ മൗണ്ട് ജില്ലയുടെ ടോപ്പിൽ പോയിട്ട് എന്താ സംഭവിച്ചത് നിനക്ക് അറിയാലോ. നീയൊക്കെ അതിൻ്റെ താഴേന്ന് വീണിട്ട് പറയണ്ട. ഈ അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ വീഡിയോ കണ്ടാൽ മനസ്സിലായി ഇവനൊക്കെ മൗണ്ട് ജില്ലയുടെ ടോപ്പിലോട്ട് പോയിട്ട് എന്താ സംഭവിച്ചത്. വാസിച്ചാനെ അന്നേരം നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പോൾ ഈ വട്ടം പ്ലാൻ ചെയ്യുന്ന സ്ഥലം മോനെ അതിനെക്കാട്ടി കുറച്ച് റിസ്ക് പിടിച്ച പരിപാടിയാണ്. അവിടെ എത്തുന്നവരെ സേഫ് ആയിരിക്കും. പിന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ടാണ് നിനക്കൊരു സർപ്രൈസും കാലൊക്കെ നമ്മളതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടെ എത്തിയിട്ട് പറയാം. എന്തായാലും തൽക്കാലം വണ്ടി കയറി ബാക്കി കാലൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് അങ്ങനെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിലൂടെ പോയി കേട്ടോ. എന്താ തൊണ്ടയ്ക്ക് എന്തോ ഇഷ്യൂ ഉള്ള പോലെ തോന്നുന്നല്ലോ സംസാരിച്ചു. അതൊന്നും കുഴപ്പമില്ല ഷിൻചാൻ. എന്തായാലും നമുക്ക് ഈ ട്രിപ്പ് മുടക്കാൻ പറ്റത്തില്ല. അതൊക്കെ പിന്നെ നമുക്ക് ഹോസ്പിറ്റലൊക്കെ പോകാം. അത്ര സീനൊന്നുള്ള കാര്യമൊന്നുമില്ല. ചെറിയ തൊണ്ടരി ഇതാവുന്നതേ ഉള്ളൂ ഇടയ്ക്കിടയ്ക്കൊക്കെ. എന്തായാലും നമുക്ക് അവിടെ പോയിട്ടൊന്ന് വരാം. ഇതെന്റെ അണ്ണൻ തന്നെയാണ് പറയുന്നത്. പണ്ടൊക്കെ മടി അടിച്ചൊരു വീഡിയോയിലും ഇടത്തില്ലായിരുന്നു. എന്തായാലും ട്രിപ്പ് പോകുന്നൊരു നല്ലൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളെ പിഞ്ചാനാണെങ്കിൽ ആ ഒരു മുതുക്കിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നിൽക്കുന്നതാണ് തോന്നുന്നത്. അങ്ങനെ മുതുക്ക് അറിയാമെന്ന് എനിക്ക് അറിയത്തില്ലായിരിക്കും. നമ്മൾ ആ ഒരു ബീച്ചില്ലേ ആ ഒരു മൗണ്ട് ജില്ലയിലോട്ട് പോകുന്ന ആ ഒരു റോഡ് സൈഡിൽ തന്നെ മിലിറ്ററി ബേസിൻ്റെ ആ ഒരു ഹൈവേ ഉണ്ടല്ലോ, അത് കയറി പോയാൽ മതി. അവിടെ നമ്മൾ പിഞ്ചാനും പിന്നെ അതുപോലെ തന്നെ മോട്ടുപത്തിലും കാണുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. നമുക്ക് എന്തായാലും ആ ഒരു വഴി പോകുമ്പോഴത്തേക്ക് അവരെ പിക്ക് ചെയ്തുകൊണ്ട് പോകാം. അതായിരിക്കും എളുപ്പം. ഈ സിറ്റിയിലെ എല്ലാ വഴികളും എനിക്ക് അറിയാടാ ഷിൻചാൻ. എനിക്ക് പഠിപ്പിച്ചൊന്നും തരേണ്ട ആവശ്യമില്ല. നമുക്ക് ആ വഴി തന്നെ പോകാൻ നോക്കാം. പിന്നെ നമുക്ക് മിലിറ്ററി ബേസിൻ്റെ അങ്ങോട്ടാണ് പോകേണ്ടത്. കാരണം അവിടെ നിന്നാണ് നമ്മൾ ഹെലികോപ്റ്ററും കാലൊക്കെ എടുക്കാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് ഹെലികോപ്റ്റർ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് അവിടെ ചെന്നാലേ അറിയാനും പറ്റത്തുള്ളൂ. എന്തായാലും ഞാൻ ഒരാളെ വിളിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ആ ഒരു ട്രിപ്പ് പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. സോ അതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ അതിൻ്റേതായിട്ട് റിസ്ക്കും കാലൊക്കെ. അണ്ണാ നമുക്ക് ചെറുതായിട്ട് വഴി തെറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എന്തായാലും നേരെ പോയിട്ട് അവിടെ റൈറ്റിലോട്ട് കയറാനുള്ള വഴി ഉണ്ടെന്നാണ് തോന്നുന്നത്. ആ വഴി പോയിട്ട് ജസ്റ്റ് ഒന്ന് യൂ ടേൺ അടിച്ച് പോകേണ്ടി വരുമായിരിക്കും. അവൻ അവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു ഗ്യാരേജിൻ്റെ ആ ഒരു സൈഡിലായിട്ടാണ് നിൽക്കുന്നത് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും ഈ വഴി തന്നെ അങ്ങ് ഇറങ്ങിപ്പോയാൽ മതി. ഇത് ജസ്റ്റ് ഫ്രണ്ടിലോട്ട് പോയിട്ട് അവിടെ നിന്ന് യൂ ടേൺ എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിഞ്ചാനെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. ഇതിന്റെ താഴെയാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ എന്തായാലും മുതുക്കിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നല്ലേ പറഞ്ഞത്. നമുക്ക് എന്തായാലും ഇതിലെ നേരെ പോയിട്ട് ഇവിടുന്ന് യൂ ടേൺ എടുത്തിട്ട് അവനെ പിക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ റോങ് സൈഡ് വഴി കറങ്ങിയൊക്കെ വരേണ്ടി വരും. അത് നല്ല ചുറ്റുണ്ടായിക്കൊണ്ടാണ് ഞാൻ ഈ ഒരു വഴി വരാമെന്ന് വിചാരിച്ചത്. നമുക്ക് എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് തന്നെ റൈറ്റ് ട്രാക്കിലോട്ട് കയറിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേക്കും അവിടെ എവിടെയെങ്കിലും തന്നെ നമ്മളെ പിഞ്ചാൻ കാണാനുള്ള ചാൻസ് ഉണ്ടല്ലോ. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം. എനിക്ക് അങ്ങ് ദൂരെ ഒരു ചെറിയൊരു ബ്ലാക്ക് ഇത് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് നമ്മളെ പിഞ്ചാനെന്നാണ്. എനിക്ക് കാണാൻ പറ്റുന്നില്ല. ദൂരെ ആ ഒരു ബ്ലാക്ക് ഉണ്ടോ, അതാണ് നമ്മളെ പിഞ്ചാൻ. ജസ്റ്റ് എന്തായാലും ഇവിടുന്ന് റോങ് സൈഡ് എടുക്കാതെ എന്തായാലും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറക്കിയേക്ക് ദാണ്ടേക്ക് നമ്മളെ പിഞ്ചാൻ. അവൻ പെട്ടെന്ന് വണ്ടി കയറുമായിരിക്കും. അത് ആ വണ്ടിയുടെ അടുത്തോട്ട് വരുന്നുണ്ടല്ലോ. എന്തായാലും അവൻ കയറി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. നമുക്ക് എന്തായാലും ബാക്കി മോട്ടു പത്തുലൂനോട് ഒന്ന് വിളിക്കണം. അവന്മാർ കഫേൻ്റെ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നതാണ് പറഞ്ഞത്. മോട്ടു കഫേൻ്റെ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം. അവിടെ ചെല്ലും പറയും ഇനി 10 രൂപ ആണോ മോട്ടു ആണോ അവിടെ നിൽക്കുന്നത്. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനാണ് വണ്ടി ഓട്ടിക്കുകയാണത് കൊല്ലിക്കാൻ വേണ്ടി. അത് ട്രിപ്പ് തന്നെ അല്ലേ. ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ മണ്ടലോട്ട് എത്തും ഷിൻചാനെ കേട്ടോ. എൻ്റെ പ്രൊഫഷണൽ ഡ്രൈവിംഗ് സ്കില്ലിൽ നീ പുച്ചിക്കല്ലടാ. ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടിയെന്നുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ് കേട്ടോ ഈ ബസ്സിൻ്റെ. ഇതുവരെ ഞാൻ സേഫായിട്ട് കൊണ്ടുവന്നു. എന്തായാലും ഇനി നമ്മൾ അങ്ങോട്ട് സേഫായിട്ട് കൊണ്ടുപോകും. പിന്നെ ഈ ട്രിപ്പ് മൊത്തത്തിൽ ബസ്സിലൊന്നും അല്ല പിഞ്ചാനെ, നമ്മൾ ഹെലികോപ്റ്ററിലൊക്കെ ആയിരിക്കും പോകുന്നത്. എന്തായാലും നീ ഇതുവരെ പോകാത്തൊരു കിടിലം പോലത്തെ ട്രിപ്പാണ്. നീ എന്തായാലും കണ്ടു നോക്കാം. എന്തായാലും മോട്ടു ഇതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു കഫേയിലുണ്ടെന്നല്ലേ പറഞ്ഞത്. എന്തായാലും നമുക്ക് അവിടെ നിന്ന് പോയി നോക്കിയിട്ട് വരാം. കാരണം അതേ ആ ഒരു ഫ്രണ്ടിൽ കാണുന്നൊരു കഫേ ഉണ്ടല്ലോ, അതിൻ്റെ അകത്തായിരിക്കും മിക്കവാറും മോട്ട് നിൽക്കുന്നത്. ആ ഒരു കാറിൻ്റെ ഒരു ഭാഗം കേട്ടോ, അവിടെ മോട്ട് നിൽപ്പുണ്ട്. അവനെ കൂടെ ഒന്ന് പിക്ക് ചെയ്തേക്ക്. പിന്നെ ഇനി 10 കൂടെ അല്ലേ. 10 എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ സൈഡിൽ എവിടെയെങ്കിലും നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും അവനെയും കൂടെ
എടുക്കുക. ഇവനെന്താ വരാത്ത? എത്ര വിളിച്ചിട്ട് ഓക്കെ നമ്മൾ എന്തായാലും മൂട്ടും കാലം കയറുന്നുണ്ട്. ഇനി ഒരാളുണ്ടല്ലോ, 10 കൂടെ അല്ലേ, 10 കൂടെ കൂട്ടിയാൽ മതി. ഇനി വേറെ ആരും ഇല്ല. ഹെലികോപ്റ്ററിലാണ് പോകണമെങ്കിൽ തന്നെ ഇത്രയും പേരെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് ഒരു സംശയം ഉണ്ട് അണ്ണാ. മിക്കവാറും നമ്മൾ ഈ ട്രിപ്പ് പകുതി വെച്ച് ക്യാൻസൽ ചെയ്യേണ്ടി വരുമായിരിക്കും. എടാ ഷിൻചാൻ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പം ഒരു പക്ഷെ നമുക്ക് എല്ലാവരും ഹെലികോപ്റ്ററിൽ കയറാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ട്രിപ്പിന് വരുന്നില്ല, കുഴപ്പമില്ല. എന്തായാലും ഫ്രാങ്ക്ലിന് ഇല്ലാതെ ട്രിപ്പ് നടക്കത്തില്ലല്ലോ. ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ ഒരു ഹെലികോപ്റ്റർ എല്ലാവർക്കും കയറാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാം. നിങ്ങൾ ബാക്കി 3 പേരും അവിടെ എത്തിയിട്ട് പിന്നെ വേറൊരു ദിവസം എന്നെ കൊണ്ടുപോയാലും മതി, അതൊന്നും കുഴപ്പമില്ല. ഇത് പിഞ്ച തന്നെയാണോടെ പറയുന്നത്. പണ്ട് പിഞ്ചാനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിയായിരുന്നല്ലോ. ഇപ്പൊ എല്ലാം ഒത്തൊരുമയായെന്ന് തോന്നുന്നില്ല. എന്നാൽ കാര്യം ഞങ്ങൾ എപ്പോഴും അടി കൂടുമെങ്കിലും ഇങ്ങനത്തുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് അണ്ണന് പണ്ടേ അറിയാലോ. നമുക്ക് എന്തായാലും നോക്കട്ടെ. പിഞ്ചാനിപ്പോൾ വരാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ദിവസം പിഞ്ചാനെ കൊണ്ടുപോകാം, അല്ലെങ്കിൽ വേണമെങ്കിൽ പിഞ്ചാകരെ വേണമെങ്കിൽ മാറി നിൽക്കാം. അതൊന്നും വിഷയമുള്ള കാര്യമില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മറ്റേ പത്തുലൂന് ഇവിടെ എവിടെയാണ് നിൽക്കുന്നത്? പത്തുലൂനെ ഞാൻ കാണുന്നത് പോലില്ലടാ. മോട്ടുവിന്റെ കൂടെ നിൽക്കേണ്ടുള്ളതല്ലേ. ഇനി അമ്മ രണ്ടര അടിച്ച് പിരിഞ്ഞോ? ഇനി അവൻ എവിടെയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാനാ? ഫ്രാങ്ക്ലിനെ ഞങ്ങൾ അടിച്ച് പിരിഞ്ഞൊന്നുമില്ല. അവൻ എനിക്ക് സമൂസ തരാന്നാണ് പറ്റിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പം ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിരിക്കുന്നതോ. ആ ഒരു പാലത്തിന്റെ അവിടെ കണ്ടോ, അവിടെ നിപ്പോണ്ട് നമ്മളെ പത്തുലി. അവനവിടെ കയറ്റി കണ്ടോ. അവനെ അങ്ങനെ ദൂരെ നിന്ന് കാണാൻ പറ്റത്തില്ല. അവൻ ആകെ ഇച്ചിരി ഇരിക്കില്ല, അത്രയല്ലേ ഉള്ളൂ. അവനവിടെ വണ്ടി കയറ്റി. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ ഷിൻചാൻ വിളിച്ചോണ്ടാണ് ഈ ട്രിപ്പിന് വന്നത്. ഈ തടിയം മോട്ട് ഇതിന്റെ അകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഈ ട്രിപ്പിന് വരത്തില്ല. ഇവനാണെങ്കിൽ ഫുള്ള് ബോഡി ഷേമിങ്. എല്ലാവരും മുമ്പ് ഇതാണ് കളിയാക്കൽ ഇവന്റെ പരിപാടി. എടാ, ഇനി നിങ്ങൾ രണ്ടരോട് അടി ഉണ്ടാക്കുന്ന വേണ്ട. നമ്മളെന്തായാലും നല്ലൊരു ട്രിപ്പും കാലൊക്കെ പോകല്ലേ. കുറെ നാളത്തെ ആഗ്രഹമാണ് നിങ്ങളത് ഇങ്ങനെ ഒരു ട്രിപ്പും കാലം കൊണ്ടുപോകുന്നത്. കുറച്ച് റിസ്ക് കുടിച്ചാണ്, എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് വരാം. ഷിൻചാൻ വിളിച്ചു പറഞ്ഞാണല്ലോ ഈ ഒരു ട്രിപ്പിന്റെ പ്രത്യേകതയും കാര്യമൊക്കെ. റിസ്കോ അതിനെ പറ്റിയൊന്നും ഷിൻചാൻ പറഞ്ഞിട്ട് പോലുമില്ല. ഷിൻചാൻ വന്ന് ഫ്രീ ആയിട്ട് സമൂസ കിട്ടും, വേണമെങ്കിൽ വരാൻ പറഞ്ഞു. അതാണ് ഞാൻ വന്നത്. എടാ മോട്ടു പത്തിലും പിഞ്ചാനെ നിങ്ങൾ പേടിക്കുന്ന വേണ്ട. ഈ ഫ്രാങ്ക്ലിനെ ചുമ്മാ ആയിട്ട് പേടിപ്പിക്കുകയാണ്. അവിടെ ജസ്റ്റ് ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നാണ് അണ്ണൻ്റെ അടുത്ത് പറഞ്ഞത്. എന്തായാലും അവിടെ എന്തോ പ്രത്യേകതയൊക്കെ ഉണ്ട്. നമുക്ക് മിലിറ്ററിന്റെ സഹായത്തോടെ അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ, മനസ്സിലായി? ഹെലികോപ്റ്ററിലായിരിക്കും നമ്മൾ ചെല്ലുക. നമ്മൾ ഈ ഒരു ബസ്സും കൊണ്ടൊക്കെ പോകുന്നത് കുറച്ച് ടാസ്ക് അറിയാം. അവിടെ നമ്മൾ തിരിച്ച് വരണമെങ്കിൽ പോലും ആ ഒരു ഹെലികോപ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ചെറിയ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ട് നമുക്ക് നൈസ് വൈബൊക്കെ അടിച്ചിട്ട് വരാം. എൻ്റെ ഒരു മനസ്സിൽ ഒരു ഹൈഡ് ആൻഡ് സീക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മുമ്പിൽ ആ ഒരു മിലിറ്ററി ബേസ് ഉണ്ടല്ലോ, നമുക്ക് അവിടെ പോയിട്ട് പിന്നെ ബാക്കി കാലൊക്കെ സെറ്റ് ചെയ്യാം. അത്രേ ഉള്ളൂ. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമ്മുടെ മിലിറ്ററിക്കാരൻ കാലൊക്കെ സപ്പോർട്ടാണ്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൂഫിനായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബസ്സും കൊണ്ട് മിലിറ്ററി ബേസിൽ കയറാൻ പോകണം. ഇവിടെ നിൽക്കുന്ന ഒരു പട്ടാളക്കാർ നമ്മളൊന്നും ചെയ്യത്തില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നമുക്ക് തുറന്നു തരുകയും ചെയ്യും. അവരങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നമ്മളവിടെ ഒരു സുഹൃത്തുണ്ട്, പുള്ളിക്കാരിപ്പം ഹെലികോപ്റ്ററും കാലൊക്കെ സെറ്റ് ചെയ്യും. കണ്ടോ, ഈ സാറൊന്നും ചെയ്യുന്നില്ല. കണ്ടോ, ഇപ്പം നിങ്ങൾക്ക് വിശ്വാസമായി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അത്ര വലിയ റിസ്ക് ഇല്ല. നമ്മൾ പോകുന്ന ആ ഒരു സ്ഥലം മാത്രമല്ല കുറച്ച് റിസ്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ മിലിറ്ററി ബേസിൽ വന്നിട്ട് നമ്മൾ ഹെലികോപ്റ്റർ എടുത്ത് പോകുന്നത്. കണ്ടോ, ആ ഒരു ടാങ്കർ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. സാധാരണ ഒരു മിലിറ്ററി ബേസിൽ കയറി കഴിഞ്ഞാൽ ടാങ്കർ എന്ത് ചെയ്യും? നമ്മൾ ഈ വണ്ടിയൊക്കെ പൊട്ടിച്ചുള്ള ടൈം കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ടാങ്കറിന് അടുത്ത് ചെയ്യണം. ടാങ്കറിൽ തട്ടി കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടി പൊട്ടിത്തെറിക്കും. നമുക്ക് എന്തായാലും പോകേണ്ടുള്ളത് ആ ഒരു റൺവേയിലോട്ടാണ്. ആ റൺവേയിലാണ് നമ്മൾ ആ ഹെലികോപ്റ്റർ വരുമെന്ന് പറഞ്ഞത്. നമുക്ക് എന്തായാലും റൺവേയിലോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. സൗണ്ടൊന്നും കേൾക്കുന്നില്ല, വന്ന് കാണത്തില്ലെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ കുറേ പ്ലെയിനൊക്കെ കിടപ്പുണ്ട്. പക്ഷേ പ്ലെയിനൊന്നും അവിടെ എത്താൻ പറ്റത്തില്ല, അവിടെ ചെല്ലാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും വരുന്ന വെയിറ്റ് ചെയ്യാം. ഈ ഒരു റൺവേയിൽ വെയിറ്റ് ചെയ്യാനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ഭാഗത്തുണ്ടല്ലോ, അവിടെ ആയിരിക്കും അവൻ മിക്കവാറും ലാൻഡ് ചെയ്യാനുള്ള ചാൻസ്. ജസ്റ്റ് നമുക്ക് എന്തായാലും ആകാശത്തൊക്കെ നോക്കിക്കൊണ്ട് കുറച്ചൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാം. അണ്ണാ അതെ, ആ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹെലികോപ്റ്റർ അല്ല എങ്ങനെയാണെന്ന് ലാൻഡ് ആവാൻ നോക്കാം. നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. അത് അണ്ണൻ്റെ കൂട്ടുകാരാണെന്നാണ് തോന്നുന്നത്. ഒരു കാര്യം ചെയ്യാം, ഞങ്ങളെല്ലാവരും ബസ്സിലിരിക്കാം. അണ്ണൻ പോയി സംസാരിച്ചിട്ട് പോകട്ടോ. എടാ ഷിൻചാൻ, നീ ഒരുമാതിരി കൺവിൻസ്ഡ് ആവാൻ നോക്കല്ലേ. ഈ ഒരു ഹെലികോപ്റ്ററിൽ എല്ലാവരും കയറാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. നമ്മളിപ്പോൾ ആൾറെഡി എന്നോട് കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ 5 പേരില്ലേ. ഞാനെന്തായാലും അവൻ്റെ അടുത്തൊന്ന് ചോദിച്ച് നോക്കാം. നമുക്ക് എല്ലാവർക്കും ഇതിൽ കയറി പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇനി അവനാ ഡ്രൈവ് ചെയ്യുന്നെങ്കിൽ പിന്നെ നമ്മളെ കൂട്ടത്തിൽ നിന്ന് ഒരാൾക്കും കൂടെ പോവാതിരിക്കേണ്ടി വരും കേട്ടോ. എന്തായാലും നോക്കണം. ഞാൻ എന്തായാലും ഇപ്പോൾ ചോദിച്ചിട്ട് വരാം. അവൻ മിക്കവാറും ഡ്രൈവ് ചെയ്യത്തില്ലായിരിക്കും. ഞാൻ തന്നെ ആയിരിക്കും ഹെലികോപ്റ്ററും കാലൊക്കെ ഓട്ടിക്കുക. എടാ പിന്നെ നമ്മളെ കൂട്ടത്തിൽ ഞാൻ കൂടാതെ തന്നെ 4 പേരുണ്ട് ടോട്ടൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 5 പേരുണ്ട്. ഈ ഹെലികോപ്റ്ററിൽ 4 പേർക്കല്ലേ കയറാൻ പറ്റത്തുള്ളൂ. ബാക്കി എന്തായാലും കാലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ? ഫ്രാങ്ക്ലിന് അത് നടക്കുന്ന കാര്യമില്ല. ഇപ്പൊ തൽക്കാലം നിങ്ങളെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ മാറ്റി എടുത്തിട്ട് ബാക്കി 4 പേര് പോകുന്നതായിരിക്കും നല്ലത്. എടാ, നിങ്ങൾ അവർ പറഞ്ഞത് കേട്ട് കാണുമല്ലോ. കാരണം നമ്മൾ ഈ ഒരു ഹെലികോപ്റ്ററിൽ, അതായത് ആ ഒരു കിടക്കുന്ന ഒരു ഹെലികോപ്റ്ററിൽ ഏകദേശം 4 പേർക്ക് മാത്രമേ കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും പിഞ്ചാൻ ഇവിടുന്ന് മിക്കവാറും മാറി നിൽക്കേണ്ടി വരും. പിഞ്ചാൻ മാറി നിന്ന് കഴിഞ്ഞാൽ നമ്മളെ മോട്ടൂനും പത്തുലൂനും ഷിൻചാനോടെ പോകാൻ പറ്റും. പിന്നെ പിഞ്ചാൻ പറ, നീ റെഡി ആണോ? അണ്ണ അത് ഞാൻ ആൾറെഡി കയറിയപ്പോൾ തന്നെ പറഞ്ഞായിരുന്നല്ലോ, മോട്ടും പത്തിലും ഷിൻചാനും അണ്ണനും പൊയ്ക്കോ, കുഴപ്പമില്ല, ഞാൻ അടുത്ത വട്ടാലും വരാം. അപ്പോൾ നമ്മളെന്തായാലും പിഞ്ചാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഷിൻചാനെ അതുപോലെ തന്നെ മോട്ടും പത്തുലൂനെയും നമുക്ക് ആ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോകാം. പക്ഷേ യഥാർത്ഥത്തിൽ പിഞ്ചാനാണ് സേഫായിട്ടിരിക്കുന്നത്. ആ ഒരു സ്ഥലം കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേ പറ്റത്തുള്ളൂ. ഇത്രയും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്തായാലും നമ്മളെ മോട്ടും കൂടെ ഈ ഒരു വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ നമ്മളെന്തായാലും പറപ്പിക്കുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്കാണെങ്കിൽ ഹെലികോപ്റ്റർ ഓടിച്ചാണെങ്കിൽ പരിചയമില്ല. ഇതെങ്ങനെ പൊക്കണം, ഇതെങ്ങനെ താക്കണം എന്ന് യാതൊരു വിധമായ ഒരു ഐഡിയ ഇല്ല. എന്നാലും കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ അല്ലേ ഓരോന്നൊക്കെ പഠിക്കുന്നത്. എൻ്റെ പൊന്നാണ്, നിങ്ങൾക്ക് ഇതുവരെ ഹെലികോപ്റ്റർ ഓടിക്കാൻ അറിയത്തില്ല. അപ്പോൾ ഞങ്ങളെ പരീക്ഷണമായിട്ട് ഈ ഒരു വണ്ടി കയറിയതല്ല. ഇത് നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ ഈ വണ്ടിയിൽ കയറത്തില്ലായിരുന്നു.
ആ പിഞ്ചാനുമായിട്ടുള്ള താഴെ നിൽക്കത്തേ ഉള്ളൂ. ഇനി അവിടം വരെ എത്തുന്ന വരെ എൻ്റെ നെഞ്ചടന്ന് പടപട ഇടിപ്പായിരിക്കും. എടാ ഷിൻചാനെ, നീ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. ഇങ്ങനെയൊക്കെയല്ലോ ഓരോന്നൊക്കെ പഠിക്കുന്നത്. അവിടെ നിങ്ങൾ സേഫായിട്ട് ലാൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ വാക്കാണ്. പിന്നെ കുറേ ടൈം എടുക്കും അവിടെ എത്താൻ തന്നെ. നമുക്ക് തന്നെ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ടല്ലേ പോകാൻ നോക്കാം. ഇവിടുന്ന് നല്ല ദൂരമുണ്ട് അവിടം വരെ ഇനി നമുക്ക് കാര്യം പറഞ്ഞിരുന്ന് പോകാൻ കുറച്ച് ബോറടിക്കറിയാം. അപ്പം കുറച്ച് നേരം പാട്ടൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഞാനൊക്കെ ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കാം. ഏത് പൊന്നാണ് നിങ്ങളെല്ലാം പാടിക്കാണി ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ഞാൻ ചാവും. അതിപ്പോഴേ പറഞ്ഞേക്കാം, എനിക്ക് വൈകി അതുകൂടെ ഈ ഷിൻചാനാണെങ്കിൽ ഭയങ്കര പുച്ഛാണ്, അതുകൊണ്ട് നമ്മൾ പാട്ട് പാടില്ല. നമ്മളൊരു സ്പോട്ടും കാലൊക്കെ ഇതാ എത്തി. നിങ്ങളൊരു താഴെ കാണുന്നില്ല, ഇതാണ് ഞാൻ പറഞ്ഞ സ്പോട്ട് മച്ചാൻ വരെ. ഗൈസ് എങ്ങനെയുണ്ട്, ഒരു മരുഭൂമിയുടെ നടുക്ക് കുറേ ബിൽഡിങ്. പക്ഷേ ഈ ബിൽഡിങ്ങിലൊന്നും ആൾ താമസം കാലമില്ല, പക്ഷേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കുറച്ച് പേടിപ്പെടുത്തുന്ന സീനറീസും കാലൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും താഴോട്ട് ഇറങ്ങി നോക്കിയിട്ട് ബാക്കി കാലം വരെ. ഈ വണ്ടി എങ്ങനെയാണ് താഴോട്ട് ഇറക്കുന്നത് എനിക്കറിയത്തില്ല. ഇവിടെ എവിടെയാണ് ഒരു ഹെലിപാഡ് ഉണ്ടെന്നാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഹെലിപാഡും കാലം കണ്ടുപിടിക്കണം, എന്നിട്ട് അവിടെ സേഫായിട്ട് ലാൻഡ് ചെയ്യണം. അല്ലെങ്കിൽ ബൊമാരം കൊണ്ട് തെള്ളിയിട്ട് കൊന്നെൻ്റെ തലയ്ക്കാവും. അണ്ണൻ വിഷയം തന്നെ. എങ്ങനെയാണ്ട് ചക്കയ്ക്ക് ഇവിടെ ഒന്ന് ലാൻഡ് ചെയ്ത് എന്തായാലും സേഫായിട്ട് ആരും ചത്തില്ല. ഇനി ബാക്കി കാലൊക്കെ ഇനി എന്താവുമെന്ന് കണ്ട് തന്നെ അറിയാം. ഇവിടെ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണുന്നില്ല. അണ്ണൻ എന്തായാലും ഇറങ്ങി ചുറ്റൊക്കെ നോക്കിയിട്ടൊന്ന് വാ കേട്ടോ. ഞങ്ങളെന്തായാലും വണ്ടിയിൽ തന്നെ ഇരിക്കാം. ഞാനെന്തായാലും ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ല. അണ്ണൻ പോയി എല്ലാം നോക്കിയിട്ട് ബാക്കി ആലൊക്കെ സെറ്റ് ചെയ്തിട്ട് എടാ ഷിൻചാനെ, മോട്ടും പത്തിലും നിങ്ങളൊരു കാര്യം ചെയ്യും, നമുക്കൊരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ഫസ്റ്റ് ഞാൻ പോയി ഒളിക്കാം, പുറകിൽ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചാൽ മതി. 10 കണ്ടുപിടിക്കാൻ വന്നാൽ കേട്ടോ. മോട്ടും ഷിൻചാനോട് ഒളിച്ചു നിന്നോ, എന്നിട്ട് നമുക്ക് പിന്നെ അത് ജസ്റ്റ് ഒന്ന് മാറ്റി തിരിച്ചൊക്കെ വരാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ആദ്യം പോയി ഒളിക്കാൻ പോവാണ്. ഇവിടെയാണെങ്കിൽ കുറേ ബിൽഡിംഗ് കാലൊക്കെ ഉണ്ടായിക്കൊണ്ട് തന്നെ നമുക്ക് നല്ല ഒളിക്കാൻ കുറേ സ്പോട്ടുണ്ട്. സോ നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി ഒളിക്കുക. മാറി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇതിനു മുന്നേ അവരോട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നല്ല ഇതായാലും ഇവിടെ എന്തൊക്കെയാണ്, പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇപ്പം വേണമെങ്കിലും ഇവിടെ നിന്ന് തീവ്രവാദികളൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ പേടിച്ച് തന്നെയാണ് ഇവിടെ കളിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ വല്ലപ്പോഴൊക്കെ റിസ്ക് എടുത്ത് ഓരോ ട്രിപ്പൊക്കെ പോയാൽ കുറച്ച് വൈബാണ് തോന്നുക. ഗൈസ് അങ്ങനെ ദൂരെ നിങ്ങൾ കാണുന്നില്ല ആ ഒരു ബിൽഡിംഗ് കാലം. ഗൈസ് അവിടെ ആരും താമസിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ടാങ്കറും കാലൊക്കെ ഉണ്ട്, പിന്നെ കുറേ കാലൊക്കെ ഉണ്ട്. ഗൈസ് അവിടെ നിങ്ങൾ മുകളിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾ കണ്ടു കാണത്തില്ല, അറിയും കുറേ പൊട്ടിയ ടാങ്കറുകളും അതുപോലെ തന്നെ കുറേ പൊളിഞ്ഞ വീടുകളുമാണ് കൂടുതലുള്ള. അപ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം റിസ്ക് ആണ് ഈ ഒരു ട്രിപ്പും കാലൊക്കെ. എന്നാലും നമ്മൾ ഈ ഒരു റിസ്ക് എടുത്ത് ഇവിടം വരെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. സോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇത് ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബിന് മറക്കരുത് മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി ഒളിച്ചിട്ട് വരാം. ഞാൻ നേരെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ആ ഒരു ബിൽഡിങ്ങിൽ പോയി ഒളിക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാൽ ഇവന്മാർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനും പറ്റത്തില്ല, കാരണം കുറച്ച് ടാസ്ക് ആയിരിക്കും. 10 രൂപ എന്തായാലും ഇവിടെ ആദ്യം വന്ന് തപ്പത്തില്ലായിരിക്കും ഗൈസ്. ഓക്കെ, കാരണം കുറേ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ ഓരോ ബിൽഡിങ്ങിൽ കയറലൊക്കെ പാടാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് കയറിക്കഴിഞ്ഞാൽ ഒളിച്ചിരുന്നതിനെ പെട്ടെന്ന് മനസ്സിലാവില്ല. കണ്ടോ ഗൈസ്, ഒരുമാതിരി വിജനമായ ഒരു ബിൽഡിംഗ് ആണ് ഗൈസ്. എന്തായാലും ഈ മൂലയ്ക്ക് നമുക്കെല്ലാം ഒളിച്ചിരിക്കാം. ഈ അണ്ണനാണെങ്കിൽ വല്ലാത്തൊരു പണിയാണ്. ഇവിടെ എവിടെ പോയി ഒളിക്കുന്ന ഒരിക്കലും പിടുത്തമില്ല. അണ്ണനാണെങ്കിൽ ഇതിനും കൂടെ വന്ന് കാണും മിക്കാറ്. അതാണ്ടായിരിക്കും അയാൾ മിക്കാറ് ഹൈഡാൻസി കളിക്കാൻ ആദ്യം തന്നെ പോയത്. നമ്മളാണെങ്കിലും ഇത് എന്താണ് കുറേ ടാങ്കറൊക്കെ ഉണ്ടല്ലോ പൊട്ടിയത്, ഇത് എന്തോ വലിയ എന്തോ സംഭവം ആണ്ടാന്ന് ഗൈസ് തോന്നുക. നമുക്ക് എന്നാലും ഓരോ ബിൽഡിങ്ങിലെ കയറി നോക്കാം. ഇവിടെ കയറി ഇരുന്നാൽ പെട്ടെന്ന് തന്നെ കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് കയറി ഇരിക്കേണ്ട ഗൈസ്. നമുക്ക് അങ്ങനെ ആരും കാണാത്ത ഏതെങ്കിലും സ്പോട്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വേണം ഗൈസ് ഒളിച്ചിരിക്കാൻ. ഇത് ഫുള്ള് ടാങ്കറാണല്ലോ. എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെ എന്തോ വാറാണ്ട് നടന്നിട്ടുള്ള സ്ഥലമാണെന്നാണ് തോന്നുന്നത് ഗൈസ്. ഇവിടെ കാരണം ഇത്രത്തോളം ടാങ്കർ എടുക്കുമ്പോഴേക്കും ഇതെന്താണ് ഇതെന്ത് സാധനം ഗൈസോ. ഇതിൻ്റെ ഇടയ്ക്ക് ബോട്ടും ഉണ്ടല്ലോ. ബോട്ട് എന്തൊക്കെയോ ഇവിടെ സംതിങ് ഫിഷിങ് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവിടെ പിന്നെ ടാങ്കർ ഗൈസ്. ഏകദേശം എത്ര ടാങ്കർ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു 5 ടാങ്കർ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് ഒരു ടാങ്കർ ഗൈസ്, ഇപ്പോൾ 6 ടാങ്കർ ആയിട്ടോ. ഇത് എത്ര ടാങ്കറാണ് ഗൈസ്? ടാങ്കർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഒരു ലൂപ്പാണെന്ന് തോന്നുന്നു കേട്ടോ. അതാ കിടക്കുന്ന അടുത്ത ടാങ്കർ 7 ടാങ്കർ ഗൈസ്. 7 ടാങ്കർ ഉള്ള ഒരു സ്പോട്ടോ. ഞാനിതിനൊക്കെ ഒരു സ്പോട്ട് കണ്ടെത്തുപോലുമില്ല. മിലിറ്ററി ബേസിലാണെങ്കിൽ വർക്കാവുന്ന 8 എണ്ണം ഗൈസ്. ഓക്കെ, ഇത് നമുക്ക് എണ്ണയെല്ലാം തീരത്തില്ല. ഞാനിത്ര എണ്ണയിൽ നിർത്തിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴി കുറേ ഇതാണ് കാണാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും അവിടെ നേരെ കാണുന്നിടത്ത് പിന്നെയും ടാങ്കർ. ഇത് നമ്മൾ വന്ന വഴി പിന്നെയും തിരിച്ച് പോവുകയാണോ അതോ ഇങ്ങനെ ടാങ്കർ ഇവിടെ കിടക്കുവാണോ? ഒരു പിടുത്തവും കിട്ടുന്നില്ല ഗൈസ്. എനിക്ക് എന്താണ് തോന്നി തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് നോക്കുക. ഇത് വല്ലാത്ത രീതിയിലൊരു വിയേർഡായിട്ടുള്ള സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. ഓക്കെ, സോ നമുക്ക് എന്തായാലും എവിടെയെങ്കിലും ഒളിച്ചിരുന്നേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ അകത്തോട്ട് വല്ല ഒളിച്ചിരിക്കുക, അതാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങോട്ട് ആർക്കും മനസ്സിലാവത്തില്ലായിരിക്കും അല്ലേ. എന്നാ മണ്ടലോട്ട് കയറണോ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഈ മൂലയ്ക്കല്ല ഒളിച്ചിരിക്കാം ഗൈസ്. സമൂസ കിട്ടും, ഫുഡ് കിട്ടും എന്ന് തന്നെ വിചാരിച്ച് വന്നിട്ട് അവസാനം മിക്കവാറും വല്ലവന്റെ ഒക്കെ സമൂസ ആവുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഈ ഷിൻചാനാണെങ്കിൽ ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇത് എവിടെ പോയി ഒളിക്കുന്നത്? ഇതാണെങ്കിൽ ടാങ്കർ. ഇതെന്താണ് ഇവിടെ മരുഭൂമി വലിയ വെള്ളമൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. വല്ലാത്തൊരു സ്ഥലമാണ് ഗൈസ്. ഒരിക്കലും ഇതണക്കത്തെ സ്ഥലത്തിലൊന്നും ഐഡാൻസി കളിക്കരുത്. പക്ഷെ നമ്മളാണെങ്കിൽ ആ ഒരു ടാസ്കിൽ ഏർപ്പെട്ടു പോയി. സോ നമുക്ക് എന്തായാലും കളിച്ചേ പറ്റത്തുള്ളൂ. ഇതാണെങ്കിൽ എല്ലാം ഒരു തുറന്നു നടക്കുന്ന റൂമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കയറി കഴിഞ്ഞാൽ എന്തായാലും
പിടിക്കപ്പെടും ഗൈസ്. എന്നാലും തുറക്കാത്തൊരു റൂമോ അടയ്ക്കാത്ത കൂരയില്ലാത്തൊരു റൂമോ ഇല്ല. സോ ഗൈസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എന്തായാലും കുഴപ്പമില്ല. ഇവിടെ എവിടെയൊക്കെ കുളിച്ചിരിക്കാൻ പറ്റുമെന്നൊക്കെ ഒരു സ്ഥലം നോക്കിയിട്ട് വരാം. പിന്നെ 10 രൂപ ആയിക്കൊണ്ട് പേടിക്കണില്ല. 10 രൂപ പണ്ടേ ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് 10 രൂപ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ നമ്മളായിരിക്കും മിക്കവാറും അവസാനം അവൻ എന്നെ കണ്ടുപിടിക്കത്തോളായിരിക്കും. ഞാൻ എന്തായാലും കിടിലം പോലത്തെ ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിട്ട് അവിടെ തന്നെ ഒളിച്ചിരിക്കത്തുള്ളൂ. ഈ ഒരു ഹൈഡ് ആൻഡ് സീക്കിൽ എനിക്ക് ചെയ്യണം. കഴിഞ്ഞോട്ടം കമലയായിട്ടുള്ള ഹൈഡ് ആൻഡ് സീക്കിൽ പോലും എനിക്ക് ജയിക്കാൻ പറ്റില്ല. അത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക കേട്ടോ. അതൊരു കിട്ടില്ല ഹൈഡ് ആൻഡ് സീക്ക് കാരണം ഒന്നും പറയില്ല. ഇതേപോലെ ട്രിപ്പ് ഒന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ ഒന്നല്ല, സെറ്റ് ഹൈഡ് ആൻഡ് സീക്കാണ്. സോ അതൊന്ന് കാണാൻ നോക്കി. ഈ വീഡിയോ കണ്ട അവസാനം കണ്ടിട്ട് കണ്ടാൽ മതി. ഫ്രാങ്ക്ലിൻ ആണെന്നൊക്കെ അതിലേക്ക് എപ്പം കണ്ടുപിടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സോ നമുക്ക് എന്തായാലും ഇവിടെ തന്നെ എവിടെയെങ്കിലൊക്കെ ഒളിക്കാൻ പറ്റുമോ നോക്കട്ടെ. നമുക്ക് ഇതിന്റെ അകത്തോട്ട് കയറാൻ പറ്റും. എന്റെ പൊന്നോ, തല തട്ടി ചത്തില്ല എന്തായാലും ഭാഗ്യത്തിന്. ഈ തലയും വയറും കാരണം എവിടെയും കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗൈസ്. എന്നാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളങ്ങനെ വിട്ടു കൊടുക്കത്തില്ല. നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ടാണെങ്കിൽ ഗൈസ് എവിടേക്കും നല്ല രീതിയിലുള്ള സ്ഥലത്ത് ഒളിച്ചിരിക്കത്തേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്ത് ഒരു സ്ഥലം കാണുന്നുണ്ട്. സോ നമുക്ക് എന്തായാലും അങ്ങോട്ടൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഗൈസ്. ഇതിന്റെ ഇടയ്ക്കോട്ട് നമുക്ക് ഇവിടെ ഈ ഒരു മൂലയ്ക്ക് ഒളിച്ചിരിക്കാം. അപ്പോഴത്തേക്ക് അവന്മാരെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ഇത് വല്ലാത്തൊരു സ്ഥലമായി ഇവന്മാരൊക്കെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നത്. ഹെലികോപ്റ്റർ ഒക്കെ വരുന്നു. ഇനി അത് നമ്മൾ ഫ്രാങ്ക്ലിനോ വല്ല ആണോ? നമുക്കതായാലും പോയി നോക്കട്ടെ. ഫ്രാങ്ക്ലിൻ അണ്ണാ വണ്ടി നിർത്തണ്ണ, ഞാനും വരുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നെണ്ണ ഒറ്റയ്ക്ക്. ഇവന്മാരൊക്കെ ഇനി ഇവിടെ പോയി കണ്ടുപിടിക്കാനാ. എടാ നിനക്കൊക്കെ എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീയൊക്കെ ഇവിടെ വന്നത്? ഇവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് അറിയത്തില്ല. പിന്നെ നീയൊക്കെ ഇവിടെ വന്നല്ലേ? നിന്റെ ഫ്രാങ്ക്ലിനും ബാക്കിയുള്ളവന്മാരെ കണ്ടുപിടിച്ചിട്ട് എല്ലാത്തിനും ഈ തോക്കിന്റെ മുനമ്പിൽ നിർത്തിയിട്ട് കൊന്നു കളയും. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയി. പെൻസിലിന്റെ മുനമ്പെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇതെന്തൊരു തോക്കിന്റെ മുനമ്പ് ഗൈസ്. അപ്പൊ നമ്മൾ പെട്ടെന്നാണ് തോന്നുന്നത്. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തായാലും അടുത്ത പാർട്ടിൽ കാണാം.